ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പമുണ്ട്. ഇക്ബാൽ അറക്കൽ, ചോദ്യങ്ങൾ പലത് വന്നിരുന്നു മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന്. രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പോഴും ആത്മവിശ്വാസത്തോടെ അതിനെയൊക്കെ പ്രതിരോധിച്ചത് എങ്ങനെയാണ്? സുജയ, ഒരു ഘട്ടത്തിൽ പോലീസിനെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ രാഹുൽ പ്രതികരിച്ചിട്ടുള്ളത്. കാരണം ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള കുറ്റമാണ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലീസ് എന്തുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നെല്ലാമാണ് രാഹുൽ ചോദിക്കുന്നത്. ഏതായാലും ഈ ഓഡിയോയും അതുപോലെ തന്നെ വാട്സപ്പ് സന്ദേശമൊന്നും നിഷേധിക്കാത്ത രീതിയിലുള്ള ഒരു പ്രതികരണമാണ് രാഹുൽ നടത്തിയിട്ടുള്ളത്. രാജ്യത്തെ നിയമവ്യവസ്ഥയ്ക്കെതിരായി താൻ ഒന്നും ചെയ്തിട്ടില്ല, എല്ലാ കാര്യങ്ങളും താൻ ബോധിപ്പിക്കും, എല്ലാ കാര്യങ്ങളും താൻ വിശദീകരിക്കും. അപ്പോൾ നമ്മൾ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, ഈ ആരോപണം വന്നതിന് ശേഷം ഇപ്പോൾ മാസങ്ങളാവുന്നു, പാലക്കാട്ടേക്ക് വന്നിട്ട് ഇപ്പോൾ തന്നെ ഏകദേശം 1.5 മാസം കഴിയുന്നു. അപ്പോഴെല്ലാം നമ്മൾ നിരന്തരം ചോദിച്ചാണ് എപ്പോഴായിരിക്കും ഈ വിശദീകരണം, താങ്കളുടെ തന്നെയാണോ, ഈ ഓഡിയോ താങ്കളുടെ തന്നെയാണോ, ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ള ഈ വാട്സപ്പ് ചാറ്റ് എന്നുള്ളത്. പക്ഷേ എപ്പോഴൊന്നും കൃത്യമായി പ്രതികരണം നൽകാതെ വിശദീകരണം നൽകുമെന്ന് പറഞ്ഞു. ഇപ്പോഴും ഈ ചോദ്യം ആവർത്തിക്കുമ്പോഴും വിശദീകരണം നൽകും, അതിന് സമയമാവുമ്പോൾ താൻ വിശദീകരണം നൽകും, എല്ലാ കാര്യങ്ങളും കോടതിയെ അറിയിക്കും, മാധ്യമങ്ങളോട് എല്ലാ കാര്യങ്ങളും അറിയിക്കണമെന്നില്ല, തനിക്ക് പറയാൻ കഴിയുന്ന ചില മാധ്യമങ്ങളോട് ആ മാധ്യമങ്ങളിലൂടെ താൻ എല്ലാ കാര്യങ്ങളും അറിയിക്കുമെന്ന് മാത്രമാണ് ഇപ്പോൾ രാഹുൽ പറയുന്നത്. പക്ഷേ അപ്പോഴും ഈ ഓഡിയോ തൻ്റേതല്ല, അല്ലെങ്കിൽ ഈ ഒരു പെൺകുട്ടി ഇങ്ങനെ ഒരു പെൺകുട്ടിയെ ഇല്ല എന്ന രീതിയിലൊന്നും നിഷേധിക്കാൻ രാഹുൽ തയ്യാറാവുന്നില്ല. ഏതായാലും പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന എല്ലാത്തിൻ്റെയും ഇടയിലാണ് ഇപ്പോൾ വീണ്ടും കോൺഗ്രസിനെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്ന രീതിയിലേക്ക് വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ഇത്തരത്തിൽ ഒരു ഓഡിയോ സന്ദേശം പുറത്തു വന്നിരിക്കുന്നത്. ഇന്നലെ മുതലാണ് രാഹുൽ വിവിധ വാർഡുകളിലേക്ക്, വിവിധ മേഖലകളിലേക്ക് പോയിട്ടെല്ലാം UDF-ന് വേണ്ടിയുള്ള പ്രചരണം നടത്തിയത്. കഴിഞ്ഞ ദിവസം VK ശ്രീകണ്ഠൻ തന്നെ പത്രസമ്മേളനത്തിൽ രാഹുൽ പ്രചരണം നടത്തും, അതിന് യാതൊരു രീതിയിലുള്ള വിലക്കും ഇല്ല എന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് ഇന്നലെ രാഹുൽ ഇത്തരത്തിൽ പ്രചരണത്തിന് ഇറങ്ങിയത്. പക്ഷേ ഇന്ന് ഇപ്പോൾ ഒരു പുതിയ ഓഡിയോ സന്ദേശം വന്നിരിക്കുന്നു, പുതിയ വാട്സപ്പ് സന്ദേശം വന്നിരിക്കുന്നു. അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനെ പ്രതിരോധിക്കുകയാണ്. എന്നാൽ നിയമപരമായി ഈ ശബ്ദം തന്റേതല്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് രാഹുൽ പരാതി നൽകുന്നില്ല എന്ന ചോദ്യം രാഹുലിനെ അനുകൂലിക്കുന്നവരും ചോദിക്കുന്നുണ്ട്, എതിർക്കുന്നവരും ചോദിക്കുന്നുണ്ട്. അതിന് മറുപടി പറയേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്.